അപ്പം അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിപ്പം ജെൻസിയുടെ പ്രണയം. അത് ജെൻസിയുടെ പ്രണയം ഇപ്പോൾ പഴയ ആ എന്താ പറയുക പണ്ടുള്ള കാലഘട്ടത്തിൽ മരം ചുറ്റി പ്രണയം അല്ലെങ്കിൽ വളരെ പുണ്യമായി കണ്ടിരുന്ന ഒരു പ്രണയം എന്ന് പറയുന്നതല്ല ഇന്നിപ്പോൾ ജെൻസിയുടെ ഇടയിൽ നടക്കുന്നതൊരു പുതിയൊരു സംസാരമുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അത് ജെൻസി പുണ്യമായി കാണുന്നത് പണ്ടുള്ള ആളുകൾ പുണ്യമായി കാണുന്നില്ലായിരിക്കാം. എങ്ങനെ ജെൻസി പുണ്യമായി കാണുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പുണ്യമായി കാണുന്നില്ലായിരിക്കാം. അത് വളരെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പുണ്യം ഉത്തരവാണ്. ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ കാലത്തും പ്രണയം ഒന്ന് തന്നെയാണ്. നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടം പ്രണയം തന്നെയാണത്. അത് എല്ലാ കാലത്തും പ്രണയം അങ്ങനെ തന്നെയായിരിക്കും. അത് മനുഷ്യരിലുള്ള ഒരു സർവൈവലിന്റെ ഭാഗമായിട്ടും കൂടെ വന്നു ചേർന്നിരിക്കുന്ന ഒരു വികാരമാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിന് എത്ര കാലം കഴിഞ്ഞാലും അത് നിന്നു പോകാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവിത രീതികൾ മാറ്റമായിരിക്കാം. പണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും ഒരു പഴയ തലമുറയും ഉണ്ട്. നമ്മളൊക്കെ വരും കാലത്തിന്റെ പഴയ തലമുറകളാണ് ഈ പറയുന്ന ജെൻസിയും ആളുകളെല്ലാം. അപ്പൊ നമുക്കിപ്പം നല്ലത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ മോഡേൺ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് ഇത് എന്തൊരു പഴഞ്ചൻ രീതികളാണ് എന്ന് അടുത്ത ജനറേഷൻ തോന്നും. അത് സംശയമില്ലാത്ത കാര്യമാണ്. വരും ജനറേഷൻ അത് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവാഹത്തിന്റെയോ അല്ലെങ്കിൽ പ്രണയത്തിന്റെയോ ഒക്കെ കാര്യം പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പണ്ട് കുറച്ചും കൂടെ ഈ പറയുന്നത് പോലെ ഒരാളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആയിട്ടാണെങ്കിലും ഒരു വിവാഹം സ്വീകരിക്കുന്നു, അതിനുശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ്. എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതോടുകൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നൊരു പാർട്ട്ണർഷിപ്പാണ്. ഇന്ന് അങ്ങനെയല്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഇന്ന് ജെൻസി ആയതുകൊണ്ടല്ല. ഇന്ന് കാലഘട്ടം വ്യത്യാസമാണ്. ഇന്ന് ആളുകളുടെ ചിന്താഗതിയും വ്യത്യാസമാണ്. ഈവൻ അച്ഛനമ്മമാരുടെ പോലും ചിന്താഗതി വ്യത്യാസമാണ്. എത്ര വീടുകളിലാണ് അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഇന്നുണ്ട്. ഇല്ലാത്ത ആളുകളും ഒരുപാട് പേരാണ്. എനിക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നൊരു ചോദ്യവും കൂടെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അന്നുള്ളതിനെ കഴിഞ്ഞും ഇന്ന് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും രണ്ടുപേരുടെ ഇഷ്ടവും വലുതാണ്. രണ്ടുപേർക്കും ജോലി വേണമെന്നും സ്വന്തമായിട്ട് അവര് തന്നെ അവരുടെ ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കണമെന്നും ഒക്കെ നിർബന്ധമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. എനിക്കതുകൊണ്ട് മീനാക്ഷി പ്രണയ വിവാഹമായിരിക്കുമോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും? ഞാൻ ഉറപ്പായിട്ടും ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് എന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരാളെ ആ ആൾക്കും കൂടെ കേട്ടോ അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം നടക്കുന്നൊരു വിവാഹമായിരിക്കും. അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും അതെ 20 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു 10-28 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നമ്മൾ കുറച്ച് സംസാരിച്ചു പോയി. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കുറേ മീഡിയകൾ കുറച്ച് ദുരുദ്ദേശത്തോടു കൂടിയുള്ള വീഡിയോ പ്രദർശനം നടത്തുന്നു. സ്ത്രീകളെ വേറൊരു വസ്തുവാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് പരക്കെ ഒരാക്ഷേപമുണ്ട്. ചെറുതായിട്ടല്ല, അത് വലിയ രീതിയിൽ ആക്ഷേപമുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണും? അതുപോലെ തന്നെ ഒരുപാട് റൂമറുകൾ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പടച്ചു വിടുക എന്നുള്ള രീതിയിലൊക്കെയുള്ള പരിപാടികൾ മറ്റ് ചില മാധ്യമങ്ങളും ഇങ്ങനെ ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാധ്യമങ്ങൾ എന്ന് പറയും അത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നവരെ. എത്തരത്തിലാണ് അങ്ങനെയുള്ള പാപ്പരാസികളെ കുറിച്ച്? മീഡിയാസ് എപ്പോഴും രണ്ട് തരമാണ്. ഒന്ന് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. എന്ത് നടക്കുന്നു, എവിടെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ള നല്ല മീഡിയാസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ദുരുദ്ദേശത്തിൽ വീഡിയോ എടുക്കുന്ന ആളുകളെ ഈ പറയുന്ന പോലെ അത് കാണാനും ആളുകളുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണല്ലോ. പക്ഷെ അതിൻ്റെ എന്താ പറയുക, ഇത്തരത്തിൽ ഒരു പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണാൻ ആളുണ്ടാവുമല്ലോ. അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള മോശമല്ല. അത് പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയാൻ പറ്റില്ല? ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഒരു മീഡിയ ഒരു വീഡിയോ എടുത്ത് അത് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് മോശമെന്ന് തോന്നിയാൽ അത് മാറ്റിക്കളയാനും അതിൽ കമന്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ അടുത്ത ദിവസം അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ അതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മലയാളി ഇന്ന് ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ളൊരു കലാസൃഷ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അറിയാം ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളതിൻ്റെ അടുത്ത് നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഇവരുണ്ടെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പണി ചെയ്യുന്നവരല്ലേ ഫസ്റ്റ് കുറ്റക്കാർ. നമുക്ക് അങ്ങനെ പറയുമ്പോഴും പണി ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ കാണുന്നത്. അത് ചെയ്ത് വെച്ച സാധനം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ
സ്വാഭാവികമായിട്ട് കാണുന്ന അത് അവൻ്റെ ഒരു തെറ്റായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല. അല്ല, സെർച്ച് ചെയ്ത് എനിക്കങ്ങനെ- കാണുന്നവരുണ്ട്, എനിക്കങ്ങനെ- അവരെയല്ല പറയുന്നത്. അല്ല, എനിക്കങ്ങനെ തർക്ക വിഷയങ്ങളില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മീഡിയ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയും ഇടുകയും ചെയ്യുമ്പോഴും അതിന്റെ താഴെയുള്ള പല ക്യാപ്ഷനും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം പലപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പേര് വരെ മാറ്റി എഴുതുന്ന മീഡിയാസിനെ നമ്മൾ കാണാറുണ്ട്. ലാലേട്ടനെ കാണിച്ച് മമ്മൂക്ക നടന്നു വരുന്നത് കണ്ടോ എന്ന് പറയുന്ന മീഡിയ നമ്മൾ കാണാറുണ്ട്. അതിന്റെ താഴെയും എടാ മണ്ട അത് ലാലേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഇവരറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കുറേയൊക്കെ നമ്മളിത് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനൊന്നും ഉറപ്പായിട്ടും പോകുന്നില്ല. കാരണം നമ്മൾ എത്തരത്തിലുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു അത്തരത്തിലുള്ള കണ്ടന്റേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന് മാർക്കറ്റ് ഉണ്ട്. പണ്ടൊന്നും ഇത്രയും മീഡിയാസ്, ഇത്രയും നമ്മൾ ഈ പറയുന്ന ഈ മോശമായി ചിത്രീകരിക്കുന്ന മീഡിയാസ് ഇത്രയും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് കൂടി വന്നത്? ഇപ്പം എല്ലാവരും അങ്ങനെ ചിത്രീകരിക്കും. പക്ഷെ ഇപ്പോഴും അവരുടെ ഇടയ്ക്കും നല്ല ആളുകളുണ്ട് കേട്ടോ. അവരുടെ ഇടയ്ക്കും നന്നായി ചെയ്യുന്നവരും നന്നായി ഇപ്പം അവർ പെയ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പെയ്ഡായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ നന്നായി വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്. പക്ഷെ അല്ലാതെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, ഈ പറയുന്ന പോലെ മോശമായി കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇവൻ ചെയ്തത് കൊണ്ടല്ലേ അവരത് കണ്ടത്, അങ്ങനെയൊന്നും നമുക്ക് അല്ല. ഇത്തരത്തിൽ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി മോശം ഒരു രീതിയിൽ മീനാക്ഷിയുടെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മീനാക്ഷി പ്രതികരിക്കുമോ? പ്രതികരിക്കാനൊന്നുമില്ല. നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ എല്ലാ സാധ്യതകളും ഉള്ള ഒരു അല്ല, സ്ഥലത്താണ്. അത്തരത്തിലാണെങ്കിൽ നീ ക്യാമറ മാറ്റി എന്ന് പറയാനുള്ള ആ ആർജവം കാണിക്കല്ലേ? അല്ല, പലപ്പോഴും ഇത് കണ്ടുകൊണ്ടാവണമെന്നില്ലല്ലോ. ഇത് ഇപ്പൊ നടക്കുന്ന പലതും ഇപ്പം സ്ത്രീകൾ ഇത് കണ്ടാലും ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും നമ്മളെ ഒരു മോശമായ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്കിപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു, അതെനിക്ക് പുറത്ത് കാണിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാനും ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മളല്ലാതെ മറ്റൊരാൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടെ വന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് പറയാം ഷൂട്ട് ചെയ്യരുതേ, നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാതെ പോകുന്ന ആളുകളെയും നമുക്കറിയാം. പക്ഷെ അതല്ല ഇപ്പൊ പറയുന്നത്, ഈ ഡ്രസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാത്ത രീതിയിൽ എടുത്തിരുന്ന ആളുകളെ എത്രയോ നല്ല രീതിയിൽ നമുക്ക് ഇപ്പം ലീഗലി, ഇപ്പൊ ചേട്ടൻ വക്കീലാവാൻ പോകുന്ന ആളാണ്, നമുക്കറിയാലോ. ലീഗലായിട്ട് മൂവ് ചെയ്യാനിരുന്ന മീഡിയയെ പൂട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതൊക്കെ അറിയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ റൂമേഴ്സ്, പപ്പരാസികൾ, റൂമേഴ്സ് പഠിച്ചു വിടുക എന്ന് പറയുന്നത് ഒരു സമയത്ത് കേട്ടിരുന്നു. കൗശിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രണയമാണ് നിങ്ങൾ എന്നൊക്കെ കേട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നും കേൾക്കാത്ത രീതിയിൽ എല്ലാ റൂമേഴ്സും അങ്ങനെ തന്നെയല്ലേ? ഒക്കെ റൂമർ തന്നെയായിരുന്നു. അതൊക്കെ ഒരു രസമാണ്. ഇപ്പൊ കുറെ റൂമേഴ്സ് വന്നാലും നമ്മൾ അതിനൊന്നും ഇപ്പൊ ആരും എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ മൈൻഡ് ചെയ്യുന്നവരുണ്ടെന്നോ. ഇത് വിശ്വസിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ പൊതുവെ ആരെ പറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ ഒരു മീഡിയയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ടുകളല്ലോ. കാരണം റൂമേഴ്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാവാറില്ലേ? നമ്മൾ കുറച്ച് പേര് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റിയോ നമ്മൾ വീട്ടിലൊക്കെ വന്ന്, ഞാനൊക്കെ ഇഷ്ടംപോലെ റൂമേഴ്സ് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാനതിന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഒന്ന് പറയുന്നു. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഈ മീഡിയയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് നാളത്തേക്ക് ഒരു റീച്ച് കിട്ടുന്നു, അതാരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ. ഈ പറയുന്ന പോലെ അതൊരു റൂമറാണ്. ഇപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് അപ്പൊ അതൊരു ഞാനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ട് കാണുന്നവർക്ക്. കമന്റുകൾ വിഷമിപ്പിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയും വന്നോട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയും അല്ല, ഇനി വരുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കമന്റുകൾ മീൻസ് നല്ല കമന്റുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റുകളെ കഴിഞ്ഞും കൂടുതൽ ഞാൻ ഓരോ ആളുകളുടെയും അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവർക്കും എന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരും യോജിക്കാതിരിക്കുന്നവരും മാന്യമായ ഭാഷയിൽ അല്ലേ? മാന്യമായ ഭാഷയിൽ വിമർശിക്കാം. പിന്നെ സോഷ്യൽ മീഡിയ എന്റെ അക്കൗണ്ട് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ല. അപ്പൊ അവിടെ വന്ന് ആർക്കും മാന്യമായ ഭാഷയിൽ എന്തും സംസാരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട കാര്യം മാന്യമായ ഭാഷ. അതെ, അതാണ് എന്റെ യാഥാർത്ഥ്യം.